വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് ആൻഡ് റോൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ്, എഗ് സ്ക്രാബിൾഡ് കറി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ഇതിനായി ഒരു വലിയ സവാള അരിഞ്ഞിട്ടുണ്ട്, ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് മല്ലിയില. പൊടികൾ: 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 മുട്ട, കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള അധികം മൂക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് നിറം മാറിയാൽ മതി, പച്ച മണം ഒന്ന് മാറണം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി അധികം വേവേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 250 ml വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. ഇത് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മൂടിൽ തുറന്ന് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം.
നന്നായി ഇളക്കി കൊടുക്കണം. തിളക്കട്ടെ കേട്ടോ. അപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ബട്ടർ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനപ്പോൾ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇടണോളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞു. എഗ് സ്ക്രാബിൾഡ് കറി റെഡിയാണ്. അപ്പോൾ ഈ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സർവിംഗ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ ഇന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചൂടൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുകയും വേണം. ഇതിനു മുന്നുള്ള വീഡിയോ കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.